മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ PV അൻവർ MLA-ക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം വരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതിലാണ് രഹസ്യാന്വേഷണം. ആരോപണങ്ങൾക്ക് പണമിടപാട് നടന്നോ, പോലീസ് സേനയിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും അന്വേഷണം നടക്കും. ഇന്റലിജൻസ് ADGP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ചാണ് വിശദമായ അന്വേഷണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദീപക്, ഇന്നലത്തെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, തൊട്ടു പിന്നാലെ PV അൻവറിന്റെ പ്രതികരണം. ഇപ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനാണ് സർക്കാർ മുതിരുന്നത്? ഉന്മേഷ്, ഇന്നലെ മുഖ്യമന്ത്രി ഏറെ സമയമെടുത്തു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ കൃത്യമായൊരു സൂചന നൽകിയിരുന്നു. അത് PV അൻവറിന്റെ പോക്ക് ശരിയല്ല എന്നത് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത്, അതായത് ഒരു 120B സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗമാണ് അന്വേഷണം നടത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ലക്ഷ്യം വെച്ചുള്ള അൻവറിന്റെ നിരന്തരമായ ആരോപണങ്ങൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് അക്ഷരാർത്ഥത്തിൽ കുഴക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. മാത്രവുമല്ല, ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം ഒരു റിപ്പോർട്ട് AU-നോട്ട് നൽകിയിരുന്നു. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഇതിൽ പണമിടപാട് നടന്നോ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് ആരൊക്കെ സഹായിച്ചു, ടെലിഫോൺ ചോർത്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, SOG പോലുള്ള തന്ത്രപ്രധാന സേനയുടെ നീക്കങ്ങളുടെ രഹസ്യ ചോർച്ച, ഇത്തരം കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ ഓരോന്നും ഓരോ സ്ക്വാഡിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്റലിജൻസിന്റെ അന്വേഷണമായിരിക്കും നടക്കുക. അതിൽ സാമ്പത്തികമായ ഇടപാട്, അതായത് അൻവറുമായോ ഈ വിവാദവുമായോ ബന്ധമില്ലാത്ത ഒരു സംഘം ഇതിനു വേണ്ടി ഇടപെടുകയും ഇതിനു വേണ്ടിയുള്ള പ്രചരണം നൽകുകയും ഒക്കെ ചെയ്തു എന്നുള്ള കണ്ടെത്തലുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് കൂടി കടന്നുകൊണ്ട് സാമ്പത്തിക ഇടപെടൽ, അതുപോലെ ഗൂഢാലോചന, മറ്റൊന്ന് രഹസ്യ ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരമുള്ള രഹസ്യങ്ങളുടെ ചോർച്ച, ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ PV അൻവർ P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, P ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അൻവറിനെ തളക്കാൻ ഇറങ്ങാൻ പോകുന്നത്. ഉന്മേഷ്, ശരി ദീപക്, തുടരുക.